കുഴപ്പമില്ല. വൺ ഡേ മൂവിയാണ്, വൺ ഡേ വാച്ചബിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു എന്താ പറയുക, ഒരു ധനുഷിൻ്റെ 50th സിനിമയാണ്. ഇപ്പോൾ കുറച്ചുകൂടെ ഹൈപ്പൊക്കെ ഉണ്ട്. അത്രയ്ക്കുള്ള ഹൈപ്പിലൊന്നും വന്നിട്ടില്ല പടം. ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് പടം പോയിട്ടുള്ളത്, ഡാർക്ക് ഷെയ്ഡിലാണ് പടം പോയിട്ടുള്ളത്. സെക്കൻഡ് ഹാഫൊക്കെ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ബ്രദർ സിസ്റ്ററിൻ്റെ കോംബോ കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ പാസമുണ്ട്, നന്നായിട്ട് പാസം കയറിയിട്ടുണ്ട്. തങ്കച്ചി പാസോ അണ്ണം പാസോ ഒക്കെ കലത്തിട്ടുണ്ട് അങ്ങനത്തെ രീതിയിൽ. പിന്നെ കുഴപ്പമില്ല, ഈ ഫൈറ്റിംഗ് ഒക്കെ നമ്മുടെ പീറ്റർ ഹെയിനാണ് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുഴപ്പമില്ല, പുള്ളിക്കാരൻ്റെ ആ ക്ലീശ സാധനമൊക്കെ ഇതിൽ വർക്കൗട്ടായിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഹാഫ് സ്റ്റോറി വീക്കായിട്ട് തോന്നിയിട്ടുണ്ട്. വൺ ടൈം ഫൈൻ മൂവി, അത്രേ ഉള്ളൂ. ആക്ഷനൊക്കെ കൊള്ളാം, അത്രയ്ക്കുള്ള വയലൻസ് ഒന്നും ഇല്ല സത്യം പറഞ്ഞു. നമ്മൾ കില്ല് കണ്ടിട്ടുണ്ട്, കില്ലിൻ്റെ അത്ര ആ ഒരു ഇതിലൊന്നും പോയിട്ടില്ല. പിന്നെ അത് ബോളിവുഡിലോട്ട്, ഇത് നമ്മുടെ ടോളിവുഡില്ല, ആ ലെവൽ കൺസെപ്ഷൻ അത്രേ ഉള്ളൂ. പക്ക KGF ഈക്വലാக இருக்குது. நல்ல வயலன்ஸு, எத்தனை பிரயோஜனம் காணாம் சினிமா. அத்தனை நல்ல லுக்கு உண்டு. சாங் அடிப்பொலியாக, ஏரமான சாங் அடிப்பொலி சாங்கானு. காமெடி இருக்குது, நல்ல ஃபைட்டு இருக்குது. அதே போல் ஈக்குவலாக நல்ல കൂടുതൽ വയലൻസാണ്, കൂടുതൽ ത്രില്ലർ മൂവി പോലെ അപ്പോൾ അടിപൊളി സിനിമയാണ്. അതിനെക്കൊണ്ട് മേക്കിങ്ങേ ഉള്ളായിരുന്നു. ധനുഷിൻ്റെ രണ്ടാമത്തെ പടം കണ്ട് പുള്ളി ഇച്ചിരി നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ല, കുറേ നാൾ കഴിഞ്ഞ് പീറ്റർ ഹെയിൻ്റെ ഒരു നല്ല ഫൈറ്റൊക്കെ കാണാൻ പറ്റി. പുള്ളി ഈയിടെയായിട്ട് കുറച്ച് ഡള്ളായിട്ടിരുന്ന് കഴിഞ്ഞിട്ട് അത് ഞാൻ കണ്ടില്ല. അത്രയൊക്കെ ഉള്ളായിരുന്നു. നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്, തിയേറ്ററിൽ കാണാൻ പറ്റിയൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല എ സർട്ടിഫിക്കറ്റ് പടമാണ്, അതിനനുസരിച്ചുള്ള വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ക്യാരക്ടേഴ്സിനും അതിനനുസരിച്ചുള്ള ഒരു ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു എല്ലാ ക്യാരക്ടേഴ്സിനും അതിനനുസരിച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട് അതിൽ. നല്ല പടമാണ്. പിന്നെ എസ് ജെ സൂര്യയുടെ ആക്ടിംഗ് ഒക്കെ വിഷയമാണ്. എല്ലാം തിയേറ്ററിൽ കാണേണ്ട ഒരു. സെക്കൻഡ് ഹാഫ് നല്ലതാണ്. പിന്നെ ഇന്റർവെല്ലും അത്യാവശ്യം പഞ്ചിങ് ആയിട്ടുള്ള ചോരപ്പുഴയാണ് ഫുൾ. അത് തന്നെയാണ് അതിലെല്ലാം. അതിപ്പം മെയിൽ ക്യാരക്ടേഴ്സ് ആയാലും ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആയാലും രണ്ടുപേരും ചോര കൊണ്ട് കളിക്കണം. ധനുഷിനെ കുറച്ച് ഭയങ്കര ബോൾഡായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ അടിയടി അതൊക്കെ എങ്ങനെ ഉണ്ട്? അടിയെല്ലാം വയലൻസ് ആയിട്ടൊന്നും തോന്നുന്നില്ല. അതിനേക്കാളും വയലൻസ് ഉള്ള ഓരോ ഇറങ്ങുന്നുണ്ടോ. നല്ല സിനിമയാണ്. ഒരു സ്റ്റോറി ലൈൻ വന്നിട്ടുണ്ട്. ധനുഷിൻ്റെ 50ാമത്തെ മൂവിയാണ്, വേഴ്ച മൂവി തന്നെയാണ്. എല്ലാവരും ഒന്ന് കാണാൻ പറ്റുന്ന മൂവിയാണ്. കുറച്ച് വയലൻസ് ഉണ്ട് എങ്കിലും കുഴപ്പമില്ല, നല്ല മൂവിയാണ്. ബേസിക്കായിട്ടുള്ള പിന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്ലൈമാക്സ് അത് എങ്ങനെ വരും, എങ്ങനെ പോകും, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വയലൻസ് ഉണ്ട്, വയലൻസ് ആ രീതിക്കുള്ള ഒരു വയലൻസ് ഉണ്ട്. 50th മൂവി എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് അത് ഇതായിട്ടില്ല. നമ്മൾ കുറച്ച് എക്സ്പെക്ട് ചെയ്തതെന്ന് വെച്ചാൽ അത് അത്രയ്ക്കില്ല. നമ്മൾ കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്തു വേറെ ലെവലിൽ പോകുന്നു വിചാരിച്ചു. പക്ഷേ ആ ഒരു ഇതിൽ നല്ല സിനിമ കൊള്ളാം. ധനുഷിൻ്റെ 50ാമത്തെ സിനിമേൻ്റെ ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കൊള്ളാം, നല്ല സിനിമയാണ്. കുറച്ച് വയലൻസ് കൂടുതലാണ്. പക്ഷേ പിന്നെ ഏറെ സ്കോറിങ് അടിപൊളിയായിട്ടുണ്ട്. അത് തന്നെ ബെസ്റ്റ് ആയിട്ടുണ്ട്. അടിപൊളി.